മോളിവുഡ് ടൈംസ് നമ്മുടെ നസ്ലിൻ നായകനാകുന്ന അഭിനവ് സുന്ദർ സിനിമ. അഭിനവ് സുന്ദറിനെ എല്ലാവർക്കും അറിയാം. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമ നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ച അദ്ദേഹം വലിയൊരു എഡിറ്ററും കൂടെയാണ്. ഒരുപാഡ് ഗോദ പോലുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹം എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയാണ്, അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. ഇതൊരു സിനിമയൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പോസ്റ്ററുകളും ഒക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. മലയാളം ഓഫ് കോഴ്സ് മോളിവുഡ് ടൈംസ് ആണ്. നമ്മുടെ മോളിവുഡിനെ പറ്റിയുള്ള അല്ലെങ്കിൽ മോളിവുഡിൽ സംഭവിക്കാൻ പോകുന്നൊരു സിനിമയെ പറ്റിയായിരിക്കും. നമുക്ക് ആദ്യം ടീസർ കാണാം, എന്നിട്ട് സംസാരിക്കാം. ഇപ്പോൾ ടീസർ വരട്ടെ. ആഷിഖ് ഉസ്മാനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വീഡിയോ ക്യാമറ മനോജ് നൈറ്റ് ശ്യാമളൻ, ദ ഡയറക്ടർ ഓഫ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. അതെ, മോളിവുഡ് സിനിമയ്ക്കകത്തുള്ള സിനിമ അല്ലെങ്കിൽ സിനിമയെ പറ്റിയുള്ള സിനിമ. നസ്ലിൻ നമ്മളൊരു ഹൊറർ ഷോട്ട് ചെയ്യണം. നീയാണ് അൺപ്രെഡിക്റ്റബിൾ ടേൺ ഓഫ് ഒരുപാട് കാസ്റ്റ് ഉണ്ട്. ഒരു ബ്ലിങ്ക് പോലില്ല. നസ്ലിൻ എൻ ഭയങ്കര സെറ്റിലായിട്ട് പോകുന്നൊരു റെക്കോർഡ്. ജൂൺ 5-നാണല്ലേ? ഓക്കെ, ജൂൺ 5. പക്ഷേ ലാസ്റ്റിലത്തെ ആ സാധനം അത് വേറെ ലെവൽ സാധനമാണ്. എനിക്കൊന്ന് അതിൻ്റെ ഒരു ഡ്രീം സീക്വൻസ് ഒക്കെ ആയിരിക്കും സിനിമയിൽ വരുമ്പോൾ, അറിയില്ല. ബിക്കോസ് അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. ബട്ട് അത് എനിക്കൊന്ന് സിനിമ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയിലേക്ക് കയറണം, എൻട്രി ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക കുറച്ച് ഈ ടീസറിൽ കാണിച്ചിരിക്കുന്ന ഒരു സാധനം. നമുക്കൊരു ചെറിയ ക്യാമറ, ചെറിയ ലാപ്ടോപ്പ്, അങ്ങനെ എന്തെങ്കിലും ചെറിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എടുക്കുക, ഒരു ചെറിയ കഥ തട്ടിക്കൂട്ടി ഷോർട്ട് ഫിലിം എടുക്കുക, അങ്ങനെ ഒരു സംവിധാനമുണ്ട്. എസ്പെഷ്യലി സിനിമയിലേക്ക് എൻട്രി ചെയ്യണം അല്ലെങ്കിൽ ഒരു വിഷൻ, ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒന്നാകണം എന്നുള്ളതല്ല, ഒരു വിഷനുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു ഡ്രീമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, കാണിച്ചത്. സോ അഭിനവ് സുന്ദറിനെ പോലുള്ളൊരു കിട്ടില്ലൻ ഫിലിം മേക്കറാണ്. അദ്ദേഹത്തെ പറ്റി ഒന്നും പറയേണ്ട കാര്യമല്ലോ. സോ അദ്ദേഹത്തിൻ്റെ വിഷനിൽ വരുന്നൊരു സിനിമ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മതി. നമുക്കത് എങ്ങനെയാണ് അദ്ദേഹം ഒരു സാധനത്തിനെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കണ്ടാൽ അറിയാം. അദ്ദേഹം ഒരു എഡിറ്റർ ആകുമ്പോൾ ആ എഡിറ്റർ എന്നൊരു രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം വേണ്ട, ഇത് നമുക്ക് സിനിമയിൽ ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ക്ലിയർ കട്ടായിട്ടൊരു വിഷനുണ്ട് അദ്ദേഹത്തിന്. സോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു കിട്ടില്ലൻ സിനിമയായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ജേക്സ് പിജയാണ് എൻ്റെ മ്യൂസിക് ഒരു ഡിഫറെൻറ്റ് ഒരു സാധനമുണ്ട്. സോ ഒരു കിട്ടിലാണ്. ബട്ട് എനിക്കൊന്ന് എഡിറ്റർ വേറെ ആളോട് ഉണ്ട്, ബട്ട് ഇദ്ദേഹം എൻ്റെ ഒരു പാർട്ടാണെന്നാണ് തോന്നുന്നത്. ടെക്നിക്കൽ സൈഡിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഒരു കിടിലൻ ഒരു ഔട്ട്പുട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. നസ്ലിൻ ഈ ഒരു ടീസറിൻ്റെ അവസാനം പറയുന്ന പോലെ മോളിവുഡിനെ രക്ഷിക്കാൻ എന്ന രീതിയിലേക്കാണ് പറയുന്നത്. എന്തായാലും ഒരു നല്ല സിനിമ നമ്മുടെ മലയാളികൾക്ക് തരും എന്നുള്ളത് 100% എക്സ്പെക്റ്റ് ചെയ്യാം. ബിക്കോസ് ഓഫ് ദ ടീം. ആ ഒരു ടീം അതുപോലത്തെ കിടിലൻ പ്രോഡക്റ്റുകൾ നമുക്ക് തരുന്ന നല്ലൊരു ക്യാപ്റ്റൻ ആൻഡ് നല്ലൊരു ക്രൂ ആൻഡ് നല്ലൊരു കാസ്റ്റാണ് ഇതിനുള്ളത്. എനിക്ക് ഷറഫുദ്ദീൻ, നമ്മുടെ സന്ദീപ് പ്രദീപ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ആവേശത്തിലെ ഇപ്പം എൻ്റെ പേര് പറഞ്ഞു, അവരെല്ലാം ഉള്ള ഒരുപാട് ഒരു സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു വലിയ സിനിമയാണ്. ഒരു നല്ല സിനിമയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ടീസർ വളരെ നല്ലൊരു ടീസർ. എസ്പെഷ്യലി അതിൻ്റെ ആ ലാസ്റ്റിലത്തെ ഷോട്ട് വേറെ ലെവൽ. അതെങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവൽ. അതിൻ്റെ എസ്പെഷ്യലി ഒരു VFX ടീമൊക്കെ കിടിലാണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് ഒരൊറ്റ ഷോട്ടിൽ നിന്ന് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആയി. സോ നല്ലൊരു സിനിമ വരട്ടെ. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.